കൊല്ലത്തോ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ആശുപത്രി, മെഡിക്കൽ കോളേജ് വരാനുള്ള നിർദ്ദേശം വന്നാൽ, അതിൻ്റെ കഴമ്പുള്ള നിർദ്ദേശമാണെങ്കിൽ LDF എതിർക്കുമെന്ന് ആരും വിശ്വസിക്കില്ല. LDF കേരളത്തിൻ്റെ വികസനത്തിൻ്റെ പക്ഷത്താണ് എപ്പോഴും. വളർച്ച വേണം. പക്ഷെ മെഡിക്കൽ കോളേജിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വിഷയങ്ങളുണ്ട്. ചുമ്മാ ഒരു പേപ്പർ കൊടുത്താൽ കോളേജ് വരില്ല. അതിൻ്റെ അഖിലേന്ത്യാ സമിതികൾ അത് പരിശോധിക്കുമ്പോഴത്തേക്കും മിനിമം വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ആശ്രമത്തുണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിലുണ്ടോ എന്ന കാര്യം പരിശോധിക്കണം. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് മാത്രമല്ല വിഷയം. അത് കൊടുക്കുമ്പോഴത്തേക്കും നേരത്തെ ഉണ്ടാകേണ്ട അവിടുത്തെ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അതെല്ലാം ഒരുക്കാതെ ഒരു ആൾ, MP ആകട്ടെ ആരുമാകട്ടെ, എല്ലാം ശരിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു പേപ്പർ കൊടുക്കാത്ത വിഷയം എന്ന് പറയുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നാടകം എന്നല്ലാതെ അതിനപ്പുറം അതിന് അർത്ഥം കൽപ്പിക്കേണ്ടതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളെന്തായാലും കൊല്ലത്തിൻ്റെയും കേരളത്തിൻ്റെയും വികസനത്തിന് ഗുണം ചെയ്യുന്ന ഒന്നിനെയും എതിർക്കില്ല. അതെല്ലാം കൈകത്തിപ്പിടിക്കാനും ഇവിടെ എത്തിക്കാനും വേണ്ടി ശ്രമിച്ചതാണ് LDFൻ്റെ പാരമ്പര്യം. ഇത് കൊല്ലത്തിന് ബാധകമാണ്. കേരളത്തിന് എയിംസിന് വേണ്ടിയിട്ട് വാദിക്കുന്ന കേരളം അതേക്കുറിച്ച് ഈ പറയുന്ന ആൾക്കാർ ഉണ്ടാകുകയും ESI മെഡിക്കൽ കോളേജിന്റെ കാര്യം ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നതിൽ അവർക്ക് ഡൽഹിയിലൊക്കെ വലിയ ബന്ധമെന്നാണ് പറയുന്നത്. PMO എഴുതി വേറെ ഓഫീസ് ഇങ്ങനെ പറഞ്ഞു, കേന്ദ്രത്തിലെ ആ മന്ത്രിയുടെ ഓഫീസെന്ന് പറഞ്ഞു, നേരിട്ട് വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറയുന്ന ബന്ധമുണ്ടെന്ന് പറയുന്ന ബന്ധപ്പെട്ട ആളുകൾ, MP ആകട്ടെ ആ സുഹൃത്തുക്കൾ, ഒരിക്കലെങ്കിലും എയിംസ് എന്നൊരു കാര്യമുണ്ടല്ലോ അതേപ്പറ്റി കൂടി ഒന്ന് ചിന്തിക്കണമെന്ന് ഈ പറഞ്ഞ ഫോൺ ചെയ്തവരോടും കത്തയച്ചവരോടും ഒന്നും പറഞ്ഞതായിട്ട് കേട്ടില്ല. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പം എന്തോ ഒരു ചെറിയ ആശയക്കുഴപ്പമുണ്ട്, എവിടെയോ ഒരു ഗ്യാപ്പുണ്ട്. ESIയുടെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് എയിംസിൻ്റെ കാര്യം അടക്കം പാലിക്കുന്ന മൗനം, ആ മൗനത്തിന് വിശദീകരണം വേണം. സുരേഷ് ഗോപി കേരളത്തിലെ ഒരു ഭാഗത്ത് ജയിച്ച MP ആണ്, തൃശ്ശൂരെ MP. അവിടെ അദ്ദേഹം എയിംസ് എത്തിക്കുന്ന ആദ്യം പറഞ്ഞിരുന്നു. ആലപ്പുഴയിൽ പോയി പറഞ്ഞു വേറെ എവിടെയും വരേണ്ടതില്ല, ആലപ്പുഴയിലെ വരാമോ പറഞ്ഞു. കോഴിക്കോട്ട് എയിംസിന് വേണ്ടിയുള്ള സ്ഥലവുമായിട്ട് കേരള ഗവൺമെൻറ്റും ജനങ്ങൾ കാത്തിരിക്കുകയാണ് കൊല്ലങ്ങളായിട്ട്. അതും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഹാസ്യ സഹോദരൻ അങ്ങനെയാകാൻ പാടില്ല. സുരേഷ് ഗോപി ഇറ്റ്സ് എ ഗുഡ് ആക്ടർ. ആ നടൻ ഹാസ്യം കൂടി തനിക്കറിയാമെന്ന് രാഷ്ട്രീയത്തിൽ കാണിക്കുന്നത് സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. സുഹൃത്തങ്ങനെ മന്ത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ എല്ലാം ഗൗരവം കാണിക്കുന്നതാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. സുരേഷ് പക്ഷെ പോയത് വേറെ വഴിക്കാണ്. എനിക്കത് എന്തെന്നറിയാൻ പാടില്ല. BJPക്ക് സുരേഷ് മിസ്ഫിറ്റാണോ അതോ സുരേഷിന് BJP പറ്റിയ പാർട്ടിയല്ലോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഒരു മന്ത്രി കാണിക്കാണ് ചുമതലാബോധം കാണിക്കാൻ ആ സുഹൃത്തിന് പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട്.